എല്ലാവർക്കും സുഖാണോ? ഇതേ അവനവിടെ ഇരുന്ന് ചിരിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ, ചെറിയൊരു ട്രിപ്പാ. ശരിക്കും നമ്മൾ കുറച്ച് ദൂരെ പോവാന്നാ വിചാരിച്ചത്. പക്ഷെ എല്ലാരും ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേനും ലേറ്റ് ആയി. അപ്പൊ നമ്മളിവിടെ അടുത്ത് 1 മണിക്കൂർ ഒരു ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അതെ, ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാ പോകുന്നത്. ഞങ്ങൾ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നമ്മൾ എവിടെ പോകും? നമ്മള് ട്രിപ്പിന് പോകും. ഇവിടെ ഒരാള് സെറ്റ് ആയിട്ടിരിക്കുക. ആളിന്റെ കാർ സീറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം അവന് 5 വയസ്സായല്ലോ, 4 വയസ്സ് വരെ അവൻ ബേബി സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നത് കേട്ടോ. അവൻ ചെറുതായിരുന്നു. ഇപ്പൊ കുറച്ച് വലുതായപ്പം ബൂസ്റ്റർ സീറ്റ് മേടിച്ചു. അതെ, അവന്റെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. സ്നാക്സും ടോയ്സും എല്ലാം എടുത്ത് വെച്ചേക്കാണ്. ഭയങ്കര സന്തോഷാണ്. കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് നേരെ പോകും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഇഡലിയാണ് കഴിച്ചത്. നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ടൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് തോന്നി, വേഗം കഴിച്ചു. പിന്നെ ഡഗ്ഗും അരവിന്ദും ദോശയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയിലൊക്കെ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ടാണ്. വിൻ്റർ ടൈമിലാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ഗ്രീനായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അവിടെ കണ്ടില്ലേ കുറേ പശുക്കൾ മേയുവാണ്. ഇതുപോലെ പോകുമ്പോഴത്തേനും നമുക്ക് പശുക്കളെയും ചെമ്മരിയാടിനൊക്കെ കാണാൻ പറ്റുമേ. ഇതിപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മുടെ ഏകദേശം എത്താറായി. അപ്പോൾ അതിന് തൊട്ടടുത്ത് ആയിട്ടുള്ളൊരു സബർബാന്ന് തോന്നുന്നു. നിങ്ങൾ ആ റോഡ് സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്ന പോലെ കണ്ടില്ലേ? അത് ശരിക്കും മുന്തിരി വള്ളികളാണ്. അതിനകത്ത് നിറയെ മുന്തിരികളായിരുന്നു. എനിക്കത് സൂം ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എത്തി. നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് സ്ഥലം. അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും കാർ പാർക്കിംഗ് കാണുമായിരിക്കും. അവിടെ കൊണ്ടുപോയി ഒന്ന് വണ്ടി ഇട്ടതിന് ശേഷം നമുക്ക് ലേക്കിലോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഈ സ്പൈഡറിനെ കണ്ടില്ലേ? ഇതുപോലത്തെ ഒത്തിരി സ്പൈഡേഴ്സ് ഉണ്ട്. ഇതിലും വലിയതൊക്കെ കണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരത്തിലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടായി. സൂക്ഷിച്ച് വേണം നടക്കാൻ, അത്രയും സ്പൈഡേഴ്സാണ് അവിടെ. നമ്മളിവിടെ കാണാൻ വരുന്നത് ഈ സംഭവമാണ്, ലേക്ക് ത്രോംബോലിറ്റ്സ് ആണ്. നമുക്ക് കുറച്ച് നടക്കണം അങ്ങോട്ടേക്ക്, ഒരു കാട്ടിനകത്ത് കൂടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലേക്ക് ത്രോംബോലിറ്റ്സ് എന്നാണ് പറയുന്നത്. അതൊരു ലേക്കാണ്, നല്ല ഭംഗിയുള്ള ലേക്കാണ്. നമ്മുടെ ഇതിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ ചെല്ലും, നമുക്ക് കാണാം. ഇത്തിരി കൂടെ നടന്നാൽ മതി. നല്ല രസമുണ്ടല്ലോ ഈ വാക്ക് വേ കാണാൻ. നല്ല ഭംഗിയും 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ ലേക്ക് നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണാം കേട്ടോ. നല്ല ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുണ്ട്. അടിപൊളി, നല്ല ബ്ലൂ കളർ ലേക്കാണ്. എന്ത് രസമാണ് കാണാൻ. ഇവിടുന്ന് കാണുമ്പോൾ ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല. അയ്യോ, നമ്മളവിടെ എത്തിയിട്ടോ. ഒത്തിരി ആൾക്കാരൊന്നുമില്ല. നമുക്കിതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയൊരു ലേക്കാണ്, ബ്ലൂ കളർ ലേക്കാണ്. സൂക്ഷിച്ചു പോണേ ഡഗ്ഗു. ബ്യൂട്ടിഫുൾ. നോ, ഇത് സ്കാബ്രോ ബീച്ച് അല്ല. ഇഷ്ടായോ സ്ഥലം? ഈ സ്ഥലം ഇഷ്ടായോ? അവന് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള സങ്കടം. ഇത് ബീച്ചല്ല, ഇതൊരു ലേക്കാണ്. അങ്ങനെ നടന്ന് നമ്മൾ ലേക്കിൻ്റെ അടുത്തോട്ട് എത്താറായി. ഇനി ഇതിനകത്ത് എന്താ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ശ്രദ്ധിച്ചത് ഈ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചും വെള്ളത്തിൽ പതഞ്ഞിരിക്കുവാണ്. സോപ്പ് പത പോലെ നിറയെ പതയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ലേക്കിനൊരു പ്രത്യേകതയുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ലേക്കിൽ മൊത്തം നിങ്ങൾ കണ്ടോ, ഉരുണ്ട് കല്ലുകൾ പോലെ ഇരിക്കുന്ന കുറേ കല്ലുകൾ, ഒരേ ഷേപ്പിൽ കുറേ കല്ലുകൾ ഇരിക്കുന്നുണ്ടല്ലേ. അതാണ് ഈ ലേക്കിൻ്റെ പ്രത്യേകത. ഞാനിതൊരു കല്ലാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും കല്ലല്ല. ഇത് 2000 വർഷം പഴക്കമുള്ള ത്രോംബോലിറ്റ്സ് ആണ്.
ഇതെങ്ങനെ ഉണ്ടായെന്നൊക്കെ എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തോ സൺലൈറ്റും വെള്ളത്തിനകത്ത് അടങ്ങിയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റൊക്കെ എന്തോ റിയാക്ഷൻ കാരണം ഉണ്ടായ സംഭവമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ലെങ്കിലും നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. കുറേ കല്ലുകൾ ഒരേ ഷേപ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന പോലെ നല്ല രസമാണ് കാണാൻ. ഈ ലേക്കിൻ്റെ കരയോട് അടുത്തുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ കല്ല് പോലെ കിടക്കുന്നുള്ളൂ. കുറച്ച് അകത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒത്തിരി വെള്ളമുള്ള സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ ഈ കല്ലുകൾ ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല രസമാണ് അത് കാണാനായിട്ട്. ഈ കല്ലുകൾ ഇതുപോലെ ഇത്രയും വിസിബിൾ ആവണമെങ്കിൽ നമ്മൾ സമ്മർ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാലേ കാണുള്ളൂ. വിൻ്ററിലൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വിസിബിൾ ആയിരിക്കത്തില്ല. അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഡഗ്ഗു അത് കൂടെ ഒക്കെ കുറച്ച് നേരം ഓടി നടന്നു. കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ കാർ പാർക്കിങ്ങിലേക്ക് പോയേ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ലേക്ക് സൈഡ് കൂടെയാണ് നമ്മൾ പോകുന്നത്. റോഡ് ഒരു ലേക്കിൻ്റെ സൈഡിലാണ്. നല്ല രസമാണ്. ഇത് ശരിക്കും നമുക്ക് ഈ വഴിക്കല്ല, പെട്ടെന്ന് എത്തണമെങ്കിൽ നമുക്ക് ഹൈവേ കൂടെ പെട്ടെന്ന് എത്താം. ഇതൊരു സിനിക് ഡ്രൈവ് പോലെ കുറച്ച് കിലോമീറ്റേഴ്സ് കൂടുതലുണ്ട്. എന്നാലും നമ്മളൊരു ഡ്രൈവ് ആവല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോയി. ഇത് കണ്ടില്ല, മാൻഡ്രയാണ്. ഇവിടെ കൂടുതലും വീടുകളൊക്കെ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് വീടുകളൊക്കെ. നല്ല രസമാണ്. ഇത് ക്രിസ്മസിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഞങ്ങൾ ലേക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലേക്ക് സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചേ. ഡഗ്ഗു ആണെങ്കിൽ വെള്ളത്തിന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വെള്ളത്തിൽ കാല് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അവനെ ഇറക്കി വിട്ടതാണേ. അവനിങ്ങനെ വെള്ളം കണ്ട സന്തോഷത്തിലാണ്. ഞങ്ങളാണെങ്കിൽ ഡഗ്ഗുവിനോട് കുറേ പ്രാവശ്യം കയറി വരാൻ പറഞ്ഞു. നമ്മൾ വേറെ ഡ്രസ്സോ ഒന്നും എടുത്തിട്ടില്ല. ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കാനായിട്ട് ടവല് പോലും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം കാലും ഉടുപ്പിലൊക്കെ ആവും, കയറി വാന്ന് ഒത്തിരി നേരം പറഞ്ഞു. അവൻ എങ്ങനെയും വരത്തില്ല. അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണേ. അവസാനം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. മൊത്തം വെള്ളത്തിൽ അവൻ ഒറ്റ ഇരുത്തിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളുടെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് എങ്ങനെ അവനെ വണ്ടി പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥ, മൊത്തം നനഞ്ഞ്. അവസാനം ഉടുപ്പൊക്കെ ഊരി ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറ്റിയിരുത്തി നേരെ അവിടെ അടുത്തൊരു കേമാട്ടം ഉണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ മേടിച്ച് പുതിയ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ കൊണ്ടുപോയത്. ഞങ്ങൾ പിന്നെ ഒരു ടോസ്റ്റിയും മിൽക്ക് ഷേക്കൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.